എന്താണ് ഇനിയിപ്പം എന്തായാലും കുറച്ചും കൂടി ഒന്ന് ഹാപ്പി ആവാനായിട്ട് നമുക്ക് പെർഫോമറെ വിളിക്കാം. ഞാനൊരു ഡാൻസറെയാണ് ഇന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ മോശമാണെങ്കിൽ കൂടെ ഡാൻസ് എന്ന് പറയുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഡാൻസിലൂടെ ലോകം കീഴടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വരുന്ന ഒരു മിടുക്കി കുട്ടിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഒരു സ്നേഹവും പ്രോത്സാഹനവും ഏറ്റുവാങ്ങാൻ ആളിവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അഞ്ജലി ബെന്നി. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അഞ്ജലി. അഞ്ജലി ഇങ്ങനെ ഭയങ്കര ചിരിച്ച് ഒരു എനർജറ്റിക് ആയിട്ടാണ് ഇറങ്ങി വന്നത് തന്നെ. അന്ന പറയായിരുന്നു കാണാൻ നല്ല ക്യൂട്ട് ഗേൾ. എവിടുന്നാ വരണേ പറയൂ? ഞാൻ ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. മുരിക്കാശ്ശേരി ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. അവിടെ ഇടുക്കിയിലെല്ലാം സുഖാണ്. ശരി, അപ്പൊ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ചെയ്യണ ഇപ്പം? ഞാനിപ്പോ ഡിഗ്രി ഹിസ്റ്ററി ചെയ്യാണ്. സെക്കൻഡ് ഇയർ. ഓക്കെ, ഹിസ്റ്ററി ആണ്. അപ്പൊ നമ്മുടെ ചരിത്രത്തെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരു മിടുക്കിയാണ്. ശരി, അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഡാൻസർ ആണ്. അപ്പൊ നമുക്കൊരു ഡാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഡാൻസർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാലുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു അത്ഭുതമാണ് അല്ലേ? കാലുകൾക്കൊരു ഒരു ബലക്കുറവോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും ഡാൻസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്താണ് അതിനുള്ളൊരു ശക്തി? ഞാൻ 3ാം ക്ലാസ് മുതൽ ഡാൻസ് ഇങ്ങനെ ചെയ്യുമായിരുന്നു. ക്രച്ചസിൽ ഈ സിനിമയിലൊക്കെ ഡാൻസ് കാണുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കളിക്കും. അന്നേരം സിസ്റ്റർമാർ അത് കണ്ടപ്പോൾ എന്നെ പഠിപ്പിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നി അങ്ങനെ പഠിപ്പിച്ച് പിന്നെ അങ്ങോട്ട് പ്രാക്ടീസായി നല്ല രീതിയിൽ ഡാൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അല്ലേ? ശരിക്കും എന്താണ് സംഭവിച്ചത്? ജന്മന ഉള്ളതാ, ബൈ ബർത്ത് അങ്ങനെയാണ്. അത് ഇപ്പൊ ഡോക്ടേഴ്സ് എന്താ പറയണ? ഇപ്പൊ എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ? ഇല്ല, ഒന്നിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞേ. ഞാൻ ഉണ്ടായപ്പോ പപ്പയും മമ്മി എന്നെ കൊണ്ടെടുക്കാത്ത ആശുപത്രികൾ ഇല്ലാന്നാ പറയുന്നത്. അപ്പോൾ അവര് എല്ലാവരും പറയുന്നത് ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണതാ നല്ലത്. ഇനി എന്തെങ്കിലും ഓപ്പറേഷൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ 50% നമുക്ക് പറയാൻ പറ്റുള്ളൂ, അതിലും ഭേദം ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്ന. അന്നയ്ക്ക് എന്താ പറയാനുള്ളൂ? ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ? എനിക്കും അറിയില്ല, കൺജനൈറ്റിലാന്ന് പറയണ്ടായി. അപ്പോൾ കാലാണ് ഒരു ഡാൻസറിന്റെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത്. സ്റ്റിൽ അതുകൊണ്ടായിട്ട് ആ കുട്ടി ഇത്രയും ഡാൻസറാണ് പെർഫോം എന്ന് പറയുന്നില്ല, അതാണ് അവിടുത്തെ സക്സസ് ആയ. കാലുണ്ടായിട്ട് ഞാൻ ഡാൻസ് കളിക്കേണ്ടി വെറുതെ ഇരിക്കുന്നത്. സോ എൻ്റെ കാലുകൾ കാണുമ്പോൾ എനിക്ക് തന്നെ ഒളിപ്പിച്ച് അപ്പോൾ അതിൽ നിന്ന് ഇവിടെ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റിയത് തന്നെ ഈ ഒരു ഡാൻസർ. അപ്പം അതിനുള്ള നമ്മളൊരു ബിഗ് വേറെ ഡാൻസ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഒരു ഇഷ്ട കാര്യങ്ങൾ, ഹോബീസ് എന്നൊക്കെ പറയുമ്പോൾ? വേറെ എന്താ? വായിക്കുവോ, പടം വരയ്ക്കുവോ? പടം അങ്ങനെയൊന്നുമില്ല, ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കൂടെ പാട്ട് പാടാനൊക്കെ. കൂടെ ഗ്രൂപ്പ് സോങ്. ശരി, കുഴപ്പമില്ല. കൂട്ടത്തില് പാട്ട് പാടുക, ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുക, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു യാത്ര. ഈ എന്തെങ്കിലും ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ, എന്തെങ്കിലും നേടണം, അങ്ങനെ ഒരു അംബീഷൻ എന്താണ്? ഫസ്റ്റ് തന്നെ എനിക്കൊരു നല്ലൊരു ജോലി വാങ്ങണം. പിന്നെ അതോടൊപ്പം എൻ്റെ ഈ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതെ, അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ട്. എത്രയും പെട്ടെന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ജോലിയിലേക്ക് കയറാൻ പറ്റട്ടെ. ഡാൻസ് പിന്നെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കത് എപ്പോഴും എവിടെയും പെർഫോം ചെയ്യാലോ അല്ലെ? ഇനി കൂടെ വന്നിരിക്കുന്ന എല്ലാവരെയും പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അഞ്ജലിയുടെ പപ്പയാണ്. പേര് ബെന്നി. ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കൃഷിയാണ് മെയിൻ. ഏലകൃഷിയാണ്. പ്ലാന്റർ. എനിക്ക് 3 പിള്ളേരായിരുന്നു. മൂത്തയാളെ കെട്ടിച്ചു വിട്ടു. നടുക്കുള്ള ഒരു ആൺകുട്ടി ആയിരുന്നു. അത് 2017 ഡിസംബർ 9 ഒരു ആക്സിഡന്റ് മരിച്ചു. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഇളയാളാണ്. ശരി, അപ്പം ഇനി ഇത് അമ്മയാണോ? മമ്മിയാണ്. മമ്മിയുടെ പേര് പറയൂ. ജെസ്സി. നമ്മുടെ ഗൗതം സാറിന്റെ പടത്തിലെ ജെസ്സി എന്ന് പറഞ്ഞ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നു തുടക്കത്തിൽ? ഇങ്ങനെ അയ്യോ ഡാൻസ് കളിക്കുമ്പോ എന്താവും, കൂടുതൽ ഇനി വയ്യായിക വരുമോ, അങ്ങനെ എന്തെങ്കിലും? അവളുടെ എല്ലാ കാര്യവും എനിക്കറിയാലോ. അതെ,
അവള് കളിക്കൂന്നുള്ള ഉറപ്പുണ്ട്. ഉറപ്പുണ്ട്. സ്റ്റേജിൽ കയറുമ്പം മട്ടുമാറും എന്ന് പറഞ്ഞ പോലെ തട്ടേ കയറിയാൽ മട്ടു മാറുമെന്ന് പറയുന്നത് പോലെയാണ് അഞ്ജലി. അടിപൊളി. അപ്പൊ എന്തായാലും അച്ഛനും അമ്മയും ഭയങ്കര കോൺഫിഡന്റ് ആണ് അഞ്ജലിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എൻ്റെ സുഹൃത്താണ് സാബു, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഇത് വൈഫാണ്, സാബുവിൻ്റെ വൈഫാണ്. ഇത് വൈഫിൻ്റെ കൂട്ടുകാരിയാണ്. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുവാണ് ഇവര്. ശരി. അപ്പൊ എന്തായാലും അഞ്ജലിയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ആ ഒരു സ്നേഹം ആണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്.